2 ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും റൂം കിടക്കണ കിടപ്പ് കണ്ടോ. ഇത് വേറൊന്നുമല്ല കേട്ടോ സംഭവം. നമ്മളുടെ ഹോസ്റ്റലിൽ പെയിൻറ്റിങ് ആയിരുന്നു. അപ്പം ഓരോ ദിവസവും ഇന്ന റൂം വെച്ചേക്കാമെന്ന് അവർ നേരത്തെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വീട്ടിൽ പോയ അന്നായിരുന്നു എൻ്റെ റൂമിൻ്റെ പെയിൻ്റ് അടിക്കൽ. അതുകൊണ്ട് തന്നെ എൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ എടുത്തു വെച്ചിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ റൂമിലെ ചേച്ചിയാണ് എൻ്റെ ടു ഡിസൈഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒതുക്കി എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വന്നിട്ട് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അധികം പൊടിയൊന്നുമില്ല, എന്നാലും ഇച്ചിരി പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ നിധി. ചേച്ചി എല്ലാ കാര്യങ്ങളും എടുത്ത് എൻ്റെ ബെഡിൽ വെച്ചിട്ട് കൃത്യമായിട്ട് പേപ്പർ അതിൻ്റെ മേളിൽ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ഒരഴുക്കും പിടിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് എടുത്ത് ഇനിയിപ്പം അതാത് സ്ഥാനത്തൊന്ന് വെക്കണം. ആദ്യം തന്നെ നമ്മൾ തുണിയിടുന്ന സ്റ്റാൻഡൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അലക്കി ഉണക്കിയെടുത്ത തുണിയൊക്കെ കട്ടിലുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ. ഇതൊക്കെയാണ് എൻ്റെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ. ഇതെന്തൊക്കെയാണെന്ന് ചിലപ്പോൾ എനിക്ക് പോലും അറിയുന്നുണ്ടാകത്തില്ല. പിന്നെ മൊത്തം ഒരു പച്ചമയല്ലേ, കൂടുതലും അലോവേരയുടെ പ്രോഡക്റ്റ്സാണ്, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ബുക്കയിലൊക്കെ ഇത്തിരി പൊടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് തുടച്ച് ആദ്യം ഒന്ന് ഒരു സൈഡിലേക്ക് ഒതുക്കിയാണ്. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാം. ഭാഗ്യത്തിന് ബാഗിനകത്തൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വന്നപ്പം ബെഡ്ഷീറ്റ് കൊണ്ടുവരാനും ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നിടത്ത് അതൊന്ന് വിരിച്ച് സെറ്റപ്പാക്കി. പിന്നെ പെയിൻ്റ് കാരണം നമുക്ക് ഉണ്ടായിരുന്ന മെച്ചമെന്ന് വെച്ചാൽ നമ്മുടെ ഫാനിന് ഒട്ടും കാറ്റിലായിരുന്നു. പെയിൻ്റ് അടിക്കാൻ വന്ന് അവരതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാനിന് നല്ല കാറ്റായി. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ ഈ ടൈമിൽ ഇങ്ങനെ ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് കൊതുകുണ്ട്. നമ്മളുടെ റൂം എന്ന് പറയുന്നത് 4 പേരുടെ റൂമാട്ടോ. ഇപ്പോൾ 2 പേരേ ഉള്ളൂ എന്നുള്ളത് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റൂമിൽ. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചു, മൊത്തം ക്ലീനാക്കി, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റപ്പാക്കി. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്നവർ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.